ഹലോ മച്ചന്മാരെ, എങ്ങനെ ഇതുപോലെ അടിപൊളിയായി ടെക്സ്റ്റിലൊക്കെ ഗ്ലോ എഫക്റ്റ് കൊണ്ടുവരാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അധികം വൈകിക്കേണ്ട ക്യാപ്കട്ട് ട്യൂട്ടോറിയൽ 3-ാം ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഗ്ലോ എഫക്റ്റ് കൊണ്ടുവരാൻ അതിനായി 2 ആപ്പ് ആവശ്യമുണ്ട്. അതിനായി ആദ്യം ക്യാപ്കട്ടിൽ കയറി ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റിൻ്റെ സ്റ്റൈലും ഫോണ്ടും ഒക്കെ മാറ്റി അത് എക്സ്പോർട്ട് ചെയ്യുക. അതിനുശേഷം പ്ലേ സ്റ്റോറിൽ കയറി ന്യൂഡ് വീഡിയോ എന്ന ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ക്യാപ്കട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ആ ചുവന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോ ക്ലിക്ക് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ആ ഓഡിയോക്ക് താഴെ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അസസ് സ്റ്റോർ എടുത്ത് ഗ്ലോ എന്ന എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഒരു ഗോളം കൂടി വരുന്നതാണ്. അതിനുശേഷം നമ്മൾക്ക് എല്ലാത്തിൻ്റെയും അതിനുശേഷം സ്കാറ്ററിങ്, ത്രഷോൾഡ്, ഇൻറ്റൻസിറ്റി, ഗ്ലോ കളർ ഇതൊക്കെ നമുക്ക് കീ ഫ്രെയിം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയ ബോക്സ് ഓപ്പൺ ആവുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് കീ ഫ്രെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ ടെക്സ്റ്റിനുമൊക്കെ ഓരോ കളറും ഓരോ എഫക്റ്റും കൊടുക്കാവുന്നതാണ്. കീ ഫ്രെയിം കൊടുക്കാനായി ആ സബ് ബോക്സിൽ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ വീഡിയോയ്ക്കനുസരിച്ച് നമുക്ക് കീ ഫ്രെയിം കൊടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ ഈ ടെസ്റ്റിലൊക്കെ ഓരോ എഫക്റ്റ് കൊടുത്തത് ഇതുപോലെ കീ ഫ്രെയിം ഉപയോഗിച്ചാണ്. അങ്ങനെ കീ ഫ്രെയിം ഉപയോഗിച്ച് നമുക്ക് വ്യത്യസ്ത എഫക്റ്റുകളും ഒക്കെ ഇതിൽ കൊടുക്കാൻ പറ്റും. ഗ്ലോ എഫക്റ്റ് കൃത്യമായി ഓരോ ടെസ്റ്റിന് കൊടുത്തതിന് ശേഷം അസസ് സ്റ്റോറിൽ കയറി വീണ്ടും പല എഫക്റ്റുകൾ കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ അസസ് സ്റ്റോർ എടുത്ത് നേച്ചർ എടുത്ത് റെയിൻ ഡ്രോപ്സ് എന്ന എഫക്റ്റാണ് കൊടുക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടം പോലെ എഫക്റ്റുകൾ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്കതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വീഡിയോ എക്സ്പോർട്ട് ചെയ്യുക. അതിനായി താഴെ കാണുന്ന അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് 30 FPS ആയിരിക്കും. അത് 60 FPS ആക്കി മാറ്റുക. അതിനുശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുക. വീഡിയോ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ക്യാപ്കട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ട ഫോട്ടോകൾ, അതായത് ഫോട്ടോയോ ക്ലിപ്പുകളോ വീഡിയോ ക്ലിപ്പുകളോ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ന്യൂഡ് വീഡിയോയിൽ നിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോയും അപ്ലോഡ് ചെയ്ത് ആ വീഡിയോ ഓവർലേ ചെയ്യുക. ഓവർലേ ചെയ്തതിന് ശേഷം അടിയിൽ കാണുന്ന ബ്ലെൻഡ് എന്ന ഓപ്ഷൻ എടുത്ത് അതിൽ ഹാർഡോ ഫിൽറ്ററോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ക്ലിപ്പിനോ ഫോട്ടോക്കോ അനുസരിച്ച് ആ ടെക്സ്റ്റ് അതിനോട് ബ്ലെൻഡ് ആവുന്നതാണ്. അങ്ങനെ നമ്മൾക്ക് ഏത് ഫോട്ടോയ്ക്കോ അല്ലെങ്കിൽ ഏത് ബ്ലാക്ക് സ്ക്രീനിനോ ഇതുപോലെ ന്യൂഡ് വീഡിയോ ഉപയോഗിച്ചും ക്യാപ്കട്ട് ഉപയോഗിച്ചും എഫക്റ്റ് കൊടുക്കാനാവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല ഗൈസ്. അപ്പോൾ അടുത്ത ഒരു ട്യൂട്ടോറിയൽ വീഡിയോയിൽ കാണുന്നത് വരെ സുലാൻ.